പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 3-4 ആഴ്ചകൾക്കിടെ എന്താണ് ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രാധാന്യമെന്നും ഫാമിലിയെ ഫിനാൻഷ്യലി പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ടേം ഇൻഷുറൻസ് മാത്രമേ എടുക്കുവാൻ പാടുള്ളൂ എന്ന് പറയുവാനുള്ള പ്രധാന കാരണങ്ങളും എന്തുകൊണ്ട് പലരും ടേം ഇൻഷുറൻസ് എടുക്കുവാൻ മടിക്കുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കിയിരുന്നു. ഈ വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോകൾ കാണാവുന്നതാണ്. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടമായ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടി ഈ പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത് ഡയസ് അക്കാഡമിയുടെ ഫൗണ്ടറും സിഇഒയുമായ ശ്രീ പ്രിംസൺ ഡയസ് ആണ്. കഴിഞ്ഞ ആഴ്ച രാജ്മോൻ കണക്ക് തോമസ് സാറിനോട് എന്താണ് യുലീപ്പ് എന്ന് ചോദിച്ചിരുന്നു. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. തോമസ് സാർ പറഞ്ഞു, പൊതുവെ ലൈഫ് ഇൻഷുറൻസ് പോളിസികളെ 3ആയി തരംതിരിക്കാം. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് ടേം ഇൻഷുറൻസ്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ലൈഫ് കവറേജ് മാത്രം തരുന്ന പോളിസികളാണ് ടേം ഇൻഷുറൻസ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ട്രഡീഷണൽ ഇൻഷുറൻസ് പോളിസികൾ. ലൈഫ് കവറേജിനോടൊപ്പം നിക്ഷേപവും കൂട്ടിക്കലർത്തിയ പോളിസികളാണിത്. എൻഡോമെന്റ്, മണി ബാക്ക് പോളിസികളെല്ലാം ഈ കാറ്റഗറിയിലാണ് വരുന്നത്. മൂന്നാമത്തെ കാറ്റഗറിയാണ് യുലിപ് പോളിസികൾ. യുലിപ്പിന്റെ ഫുൾ ഫോം യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസി എന്നാണ്. മ്യൂച്വൽ ഫണ്ടുകൾ പോലെ ഓഹരികൾ, കടപ്പത്രങ്ങൾ നിക്ഷേപിക്കുകയും ഒരു നിശ്ചിത തുക ലൈഫ് കവറേജായി തരുകയും ചെയ്യുന്ന പോളിസികളാണ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസികൾ. പൊതുവെ ട്രഡീഷണൽ ഇൻഷുറൻസ് പോളിസികളേക്കാൾ കൂടുതൽ ഫ്ലെക്സിബിളും ഈ പോളിസിയിലൂടെ സമാഹരിക്കുന്ന തുകകൾ ഓഹരികളും മറ്റും നിക്ഷേപിക്കുന്നതിനാൽ കൂടുതൽ റിട്ടേൺസ് കിട്ടുവാനുള്ള പോസിബിലിറ്റീസും യുലിപ് പോളിസികൾക്കുണ്ട്. എന്നാൽ ട്രഡീഷണൽ ഇൻഷുറൻസ് പോളിസികളിൽ പോലെ ഗ്യാരണ്ടീഡ് റിട്ടേൺസ് യുലിപ് പോളിസികളിൽ നിന്ന് ലഭിക്കുകയില്ല. പൊതുവെ യുലിപ് പോളിസികൾക്ക് 5 വർഷത്തെ ലോക്കിൻ പീരീഡ് ബാധകമാണ്. എന്ന് പറഞ്ഞാൽ യുലിപ്പിൽ നിക്ഷേപിച്ചാൽ 5 വർഷം കഴിയാതെ തുക നമുക്ക് തിരിച്ച് ലഭിക്കില്ല. ഈവൻ ഇടയ്ക്ക് വെച്ച് പോളിസി ഡിസ്കണ്ടിന്യൂ ചെയ്താലും തുക തിരിച്ചു കിട്ടണമെങ്കിൽ പോളിസി തുടങ്ങി ചുരുങ്ങിയത് 5 വർഷമെങ്കിലും തികയുന്നതുവരെ കാത്തു നിൽക്കണം. യുലിപ് പോളിസികളുടെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ഇതിലെ ചാർജുകളാണ്. 7-8 തരത്തിലുള്ള വ്യത്യസ്ത ചാർജുകളാണ് യുലിപ് പോളിസികൾക്കുള്ളത്. അവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഒന്നാമത്തേതാണ് അലോക്കേഷൻ ചാർജ്. നമ്മൾ പ്രീമിയം അടയ്ക്കുമ്പോൾ ആ തുകയിൽ നിന്നും നിശ്ചിത തുക കമ്പനി അലോക്കേഷൻ ചാർജായി ഈടാക്കുന്നതായിരിക്കും. വർഷങ്ങൾക്ക് മുൻപ് ഫസ്റ്റ് ഇയർ പ്രീമിയത്തിന്റെ 70-80% അലോക്കേഷൻ ചാർജായി ഈടാക്കിയിരുന്ന ഇൻഷുറൻസ് കമ്പനികൾ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ IRDA റെഗുലേഷൻ കൂടുതൽ സ്ട്രിക്റ്റ് ആയതിനാൽ സാധാരണയായി 2 മുതൽ 5% വരെയാണ് പല പോളിസികളിലും അലോക്കേഷൻ ചാർജായി ഈടാക്കുന്നത്. രണ്ടാമതായി മോർട്ടാലിറ്റി ചാർജുകളാണ്. പൊതുവെ നമുക്ക് യുലിപ്പിൽ നിന്നും ലൈഫ് കവറേജ് കിട്ടും. ഈ കവറേജ് കമ്പനി നമുക്ക് സൗജന്യമായി നൽകുന്നതല്ല. അതിനുള്ള തുക നമ്മളെ ഏജിന് അനുസൃതമായി കമ്പനി ഈടാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് SBI സ്മാർട്ട് പ്രിവിലേജ് എന്ന പോളിസിയുടെ മോർട്ടാലിറ്റി ചാർട്ടാണിത്. ഈ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത് വ്യത്യസ്ത ഏജുകൾക്കനുസരിച്ച് 1000 രൂപയുടെ പ്രൊട്ടക്ഷന് വർഷം എത്ര തുക ഈടാക്കുമെന്നാണ്. സപ്പോസ് 25 വയസ്സുള്ള സുലൈമാൻ 10 ലക്ഷം രൂപയുടെ കവറേജ് ഉള്ള ഒരു യുലിപ്പ് 30 വർഷത്തേക്ക് എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ആദ്യത്തെ വർഷം എത്ര തുക മോർട്ടാലിറ്റി ചാർജ് വരുമെന്ന് നോക്കാം. 25 വയസ്സുള്ള വ്യക്തിക്ക് 1000 രൂപയുടെ പ്രൊട്ടക്ഷന് 99 പൈസയാണ് മോർട്ടാലിറ്റി ചാർജായി വരുന്നത്. അപ്പോൾ സുലൈമാൻ ആദ്യത്തെ വർഷം 10 ലക്ഷം രൂപയുടെ കവറേജിന് 990 രൂപ മോർട്ടാലിറ്റി ചാർജായി കൊടുക്കേണ്ടി വരും. സുലൈമാന് 35 വയസ്സാകുമ്പോൾ ആ സമയത്തെ മോർട്ടാലിറ്റി റേറ്റ് 1000 രൂപയ്ക്ക് 1 രൂപ 32 പൈസയാണ്. അതായത് സുലൈമാന് 35 വയസ്സുള്ളപ്പോൾ 10 ലക്ഷം രൂപയുടെ കവറേജിന് കമ്പനി ഈടാക്കുന്നത് ഒരു വർഷത്തേക്ക് 1320 രൂപയായിരിക്കും. ഇതുപോലെ സുലൈമാന് 55 വയസ്സാകുമ്പോൾ ആ സമയത്തെ മോർട്ടാലിറ്റി ചാർജ് 1000 രൂപയ്ക്ക് 8 രൂപ 22 പൈസയാണ്. അതായത് ആ സമയത്ത് 10 ലക്ഷം രൂപയുടെ കവറേജ് ലഭിക്കുന്നതിന് കമ്പനി സുലൈമാന്റെ പക്കൽ നിന്നും 8220 രൂപ ഈടാക്കുമെന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വയസ്സ് കൂടുന്നതിനനുസരിച്ച് കമ്പനി നമ്മളിൽ നിന്നും ഈടാക്കുന്ന മോർട്ടാലിറ്റി ചാർജും കൂടും. അടുത്തതായി ഫണ്ട് മാനേജ്മെന്റ് ചാർജാണ്. നമ്മുടെ നിക്ഷേപം മാനേജ് ചെയ്യുന്നതിന് കമ്പനി ഈടാക്കുന്ന തുകയാണിത്. പൊതുവെ 0.75% മുതൽ 1.5% വരെയാണ് പല പോളിസികളിലും ഫണ്ട് മാനേജ്മെന്റ് ചാർജ് വരുന്നത്. അടുത്തതായി അഡ്മിനിസ്ട്രേഷൻ ചാർജാണ്. പോളിസി നടത്തിപ്പിനായി എല്ലാ മാസവും ഒരു നിശ്ചിത തുക കമ്പനി നമ്മളിൽ നിന്ന് ഈടാക്കും. ഈ ചാർജിനെയാണ് അഡ്മിനിസ്ട്രേഷൻ ചാർജ് എന്ന് പറയുന്നത്. ഇതിനു പുറമെ സ്വിച്ചിങ് ചാർജ്, സറണ്ടർ ചാർജ്, പാർഷ്യൽ വിഡ്രോവൽ ചാർജ്, ഇത്തരത്തിലുള്ള വ്യത്യസ്ത ചാർജുകൾ യുലിപ്പുകൾക്കുണ്ട്. ഇതിൽ അലോക്കേഷൻ ചാർജ് ഒഴികെ മറ്റെല്ലാ ചാർജുകളും നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന യൂണിറ്റുകളിൽ നിന്നും യൂണിറ്റുകൾ ഡിഡക്ട് ചെയ്തായിരിക്കും ഈടാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന യൂണിറ്റുകൾ എല്ലാ മാസം എന്നോളം കുറയുമെന്നർത്ഥം.
ഈ ചാർജുകളെല്ലാം കഴിഞ്ഞ് കസ്റ്റമേഴ്സിന് എന്ത് കിട്ടുമെന്നാണ് ഏറ്റവും വലിയ ചോദ്യം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിനു മുൻപ് യുലീപ്പുകളിൽ നിക്ഷേപിച്ച കുറച്ചു പേരുടെ വാല്യുവേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും വേണം. അതിനെക്കുറിച്ച് അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞു തരാം. മോറൽ ഓഫ് ദി ഡേ: യുലിപ്പ് പോളിസികളുടെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കാതെ ഒരിക്കലും യുലിപ്പ് എടുക്കരുത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടി ഈ പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത് ഡയസ് അക്കാഡമിയുടെ ഫൗണ്ടറും സിഇഒയുമായ ശ്രീ പ്രിംസൺ ഡയസ് ആണ്. ഞങ്ങളുടെ സേവനങ്ങളെക്കുറിച്ച്, ട്രെയിനിങ് പ്രോഗ്രാമുകളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ യൂട്യൂബിൻ്റെ ടോപ്പ് കോർണറിൽ കാർഡിൽ ക്ലിക്ക് ചെയ്യുകയോ ഡിസ്ക്രിപ്ഷനിൽ അവർ സർവീസസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുക. കണക്ക് തോമയുടെ ചില്ലറ കണക്കുകൾ എല്ലാ ചൊവ്വാഴ്ചകളിലും, തൊമിച്ച് ടിപ്സ് എല്ലാ വ്യാഴാഴ്ചകളിലും ഡയസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് ലഭിക്കുക. ഇതുവരെയും താങ്കൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ടെലിഗ്രാം ചാനൽ വഴി താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനൽ എന്ന ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചാനലിൽ അംഗമാവുക. അടുത്ത ആഴ്ച ഏതാനും യുലിപ്പ് നിക്ഷേപകരുടെ സ്റ്റേറ്റ്മെന്റ് കണ്ട് ഈ ചാർജുകൾ എങ്ങനെ നമ്മുടെ നിക്ഷേപങ്ങളെ ബാധിക്കുമെന്ന് മനസ്സിലാക്കാം. See you again.